ഒരു 9,000 രൂപ തന്നിട്ട് മുഴുവൻ തിരക്കും ബായി എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ കാലിലെ പൊടി തട്ടി കളയുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമല്ലോ. ചവിട്ടി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കയറാ എന്റെ ഇരിക്കുന്നത്. ബെസ്റ്റ് കയറാ. അതിലിപ്പോഴേ കരിമണലുള്ളോണ്ട് ആരും ചവിട്ടി കൂടുതൽ മണലാവുന്നുള്ള പേടി വേണ്ട. കരിമണലോ? ഇല്ലാവചനം പറയരുത് കേട്ടോ. ചുങ്കത്തറക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചിട്ട് പാതി വിലക്കുള്ള കയറ് കൊടുത്ത് ഇയാളെ പറ്റിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ശരി. അപ്പൊ താൻ എന്നെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണയമായി വാങ്ങിച്ച 500 രൂപ തിരിച്ചു തന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കയറെടുത്തിട്ട് പോ. 500 രൂപ ചെലവായി പോയി. എന്ന് പറഞ്ഞ എങ്ങനാ? ഞങ്ങൾ ഇവിടെ കിടക്കും. ഈ പണയക്കാശ് തിരിച്ചു വാങ്ങിക്കാതെ പണയ വസ്തു തിരിച്ചെടുക്കും എന്ന് പറയുന്നത് എവിടത്തിനാവാ? അത് മാത്രമല്ല, ഞാൻ അവിടെ സ്ഥിരമായിട്ട് വെക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഈ കരയെ തന്നെ കച്ചവടമാക്കും. ഈ പരാജയം എന്ന് പറയുന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഈ നിഘണ്ടുവൊക്കെ വാങ്ങിക്കുമ്പോ എല്ലാ വാക്കും ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വാങ്ങിച്ചൂടെ? അപ്പൊ എന്ത് വാങ്ങിച്ചാലും കളിപ്പിന് പറ്റാറുണ്ടല്ലേ? താൻ കയറ് കച്ചവടാക്കിയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനകം എന്റെ വീട്ടിൽ നിന്ന് കയറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. നിങ്ങളല്ലാതെ ആരെങ്കിലും ചുങ്കത്തറ കച്ചവടത്തിന് പോവൂ? ഞാൻ പോയതല്ലേ ഭായി, എന്നെ പെടുത്തിയതാ. ആര്? ഒരു കൊടന്തളപ്പൻ. അവനെ ഞാൻ വിടത്തില്ല. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയാ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ തിരക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കിത്താ. എന്റെ സാറേ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവാ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിന് ഇച്ചിരി നനവോ പൊട്ടലോ കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000-ന്റെ കയറ് 10,000-ന് വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ? ആ, നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയാ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ? അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ അങ്ങനെ. കയറ്. കയറ് ഇതിനകത്തല്ലേ? എടാ മുകളിലോട്ട് കയറാൻ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള നിനക്ക് കയറാൻ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരിക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണോ? ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ ഇളകിയിരിക്കുന്ന ആസ്പെറ്റോസ് വലിച്ച് താഴെ ഇട്. ഇളകിയിരിക്കുന്നതല്ലേ ഞാൻ ഇരിക്കുന്നത്. അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ? എടാ നീ ഇപ്പുറത്തുള്ളത്. ആ ശരി ശരി. വെറുതെ ഇക്കണെങ്കിൽ വാസാരെ നമുക്കിവിടെ നീന്തൽ പഠിക്കാം. വലി താഴോട്ടിടാ. ഓക്കെ. പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയാ തൂക്കം കൂട്ടിയത്. അവന്മാരുടെ കയറി തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്നത് ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ഓടാ കൊടന്തളപ്പ. എന്റെ ബായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിത് ഇവിടെ വെച്ചിരുന്നെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാമായിരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചത് കൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ? അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മൾ കൊടുത്താലേ, പിന്നെ അതെങ്ങനെ ലാഭാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുകൊണ്ട് തലങ്ങും വിലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ ചെരുങ്ങാനും മയ്യ. എന്റെ കാശ് തന്നെ ഇപ്പൊ ഇവിടെ നിന്റെ കയർ കൊണ്ട് ഇറങ്ങിക്കോണം. ഇറങ്ങിക്കോളാം. കയർ കൊണ്ടുപോകാനാണ് ഇപ്പൊ വരും. ആര് വരാൻ? ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് വരുന്ന റേഡിയോയിലുണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നു? ഇല്ല. ചുങ്കത്തറയെന്ന് അനിയപ്പന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കയറ് തിരിച്ചു വേണം.
അതിന് ഞാൻ ആ കയറ് വിൽക്കുന്നില്ലല്ലോ. വെക്കുന്നില്ലേ? ഉം. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബായിയുടെ ഡാഡിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റി. എനിക്ക് തന്ന കയറ് മുഴുവൻ കരിമണലായിരുന്നു. ഇത് 5000 രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ. വിറ്റ എനിക്ക് നഷ്ടമാ. വിൽക്കാതിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ. ഹ്, അത് കയറ് വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. 5000 രൂപ അങ്ങ് തിരികെ തരും. കയറ് ഞങ്ങൾ എടുക്കുക. ഞാൻ 10000 രൂപ കൊടുത്ത് മേടിച്ച കയറല്ലേ. അങ്ങനെ ആരെങ്കിലും നഷ്ടക്കച്ചവടം നടത്തുവോ ബായി? മാറാ അങ്ങോട്ട്. അനിയപ്പ അവന് 10000 കൊടുത്തേക്കാം. അച്ഛ അത് സേട്ടു അവിടെ കാത്തിരിക്കുക. അയാളുമായി വർഷങ്ങളായിട്ടുള്ള കച്ചവട. അതൊരു തവണ മുറിഞ്ഞ അയാൾ പിന്നെ വഴിക്ക് വരില്ല. അലിക്കൊരത്തേക്ക് പോവും. ഇവിടെ കാശ് നോക്കണ്ട. ശരി, നീ തന്ന 10000വും തിരിച്ചു തന്നേക്കാം. ഞാൻ 10000-ന് സമ്മതിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ബായി. നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച് അമ്മായിയുടെ മോടെ സംബന്ധം ചെയ്യാനല്ലല്ലോ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മുതല. എന്റെ മുതല് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കച്ചവടം ഞങ്ങൾ പഠിപ്പിക്കുന്നോ? എന്താണ് നോക്കിയിരുന്നത്? എന്റെ അനുവാദം കൂടാതെ എന്റെ കയറെ തൊട്ടന്റെ കൈ ഞാൻ വിട്ടും. മാറിക്കടാ. ഈ കരയിൽ വന്ന് വിളച്ചെടുക്കുന്നതാ. ആർക്കാണ് എന്റെ മുതല് വേണ്ടത്? എത്ര കാശാ നിനക്ക് വേണ്ടേ? എന്റെ ചരക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരണ പൈസ കുറവില്ലാതെ 25000 രൂപ രൊക്കം കാശ് ഇവിടെ കിട്ടണം.